ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ കൂടെ ഇരിക്കുന്നത് അബ്ബാസ്, പരുവമണ്ണ സ്വദേശി. മലപ്പുറത്തിനടുത്ത താമരക്കുഴിയിൽ നിന്നും ദേ ഈ കാണുന്ന തൂക്കുപാലം കടന്നാൽ പരുവമണ്ണയിലെ അബ്ബാസിൻ്റെ വീട്ടിലെത്താം. അബ്ബാസ് ഒരു ഫുട്ബോൾ പണ്ഡിതനാണ്. ലോകകപ്പിനെ കുറിച്ചും ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചും ആ രാജ്യങ്ങൾക്ക് വേണ്ടി ജേഴ്സി അണിയുന്ന കളിക്കാരെ കുറിച്ചുമെല്ലാം അബ്ബാസിനോട് ചോദിച്ചാൽ മണിമണിയായി അദ്ദേഹം ഉത്തരം പറയും. ചുരുക്കി പറഞ്ഞാൽ ലോക ഫുട്ബോളിനെ കലക്കി കുടിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്കറിയാത്ത കുറേ അറിവുകൾ അദ്ദേഹം പകർന്നു നൽകും. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. അബ്ബാസ്, എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. സുഖല്ലേ? സുഖമായിട്ട് പോകണം. എന്നാ നാട്ടിലെത്തിയത്? നാട്ടിൽ വന്നിട്ട് ഒരു മാസമാവുന്നു. എത്ര ലീവ് ഉണ്ട്? ലീവ് 2.5-3 മാസത്തിന്റെ ഉള്ളിൽ തിരിച്ചു പോകണം. കഴിഞ്ഞ ലോകകപ്പിന് ഖത്തറിലാണ് അല്ലേ? ഖത്തറിലായിരുന്നു. അത് മറക്കാനാകാത്തൊരു അനുഭവം ജീവിതത്തിൽ. ഒരു വേൾഡ് കപ്പ് നേരിട്ട് കാണുക എന്നുള്ളത്. അത് അർജന്റീനന്റെ കളി നേരിട്ട് കണ്ടു. അർജന്റീന ഏതൊക്കെ? പോളണ്ടും തമ്മിലുള്ള കളി അല്ലേ? ഖത്തറിലെ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഖത്തറിലെ പിന്നെ ദോഹയിലെ ഓൾഡ് എയർപോർട്ടിലെ സെഞ്ചുറി റെസ്റ്റോറന്റിലെ ജീവനക്കാരനാണ് ഞാൻ. എത്ര മണിക്കൂറാ ജോലി? 12 മണിക്കൂർ. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഈ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ? ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ കഴിഞ്ഞ ഓരോ മത്സരങ്ങൾ, പ്രീമിയർ ലീഗ്, സ്പാനിഷ് ലീഗ്, ഈ ഡച്ച് ലീഗ്, ഈ കളികളൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യും. അതിൻ്റെ ഹൈലൈറ്റ് അങ്ങനെയാണ് കളിക്കാരെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പഠനം നടത്തൽ. ഇപ്പോൾ പുതിയ ലോകകപ്പ് നമ്മളെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കുറേ പ്രത്യേകതകളുള്ള ഒരു ലോകകപ്പാണ്. അപ്പോൾ ഈ വരാനിരിക്കുന്ന ഈ ലോകകപ്പിനെ കുറിച്ച് അബ്ബാസിന്റെ അഭിപ്രായം എന്താണ്? വരാനിരിക്കുന്ന ലോകകപ്പ് നല്ല നിലവാരമുള്ള ലോകകപ്പ്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ 32 ടീമുള്ളായിരുന്നു. ഇപ്പം 48 ടീമുണ്ട്. അതിൽ ആഫ്രിക്കയിൽ നിന്ന് തന്നെ ഒരു പുതിയ രാജ്യമൊക്കെ ഉണ്ട്. 1.5 ലക്ഷം ജനങ്ങളുള്ള ഒരു കൺട്രിയാണ്. അങ്ങനെ നല്ല നിലവാരമുള്ള വേൾഡ് കപ്പ് ആവുന്നതാണ് നമ്മളൊക്കെ ഒരു പ്രതീക്ഷ അല്ലേ? ഈ വേൾഡ് കപ്പിൽ ഒരു 5 ടീമിന് നല്ല സാധ്യത കാണുന്നുണ്ട്. 5 ടീമിന് ആരൊക്കെ? ഒന്ന് ഫ്രാൻസ്, സ്പെയിന്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, അർജന്റീന, ബ്രസീൽ ടീമുണ്ട്. അത് യൂണിറ്റി ആയിട്ട് എത്രത്തോളം കളിക്കുന്ന അതിനനുസരിച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇൻഡിവിജ്വലായിട്ടുള്ള വിനി, റാഫീഞ്ഞ, അങ്ങനത്തെ ഒരുപാട് നല്ല കളിക്കാരുണ്ട്, മുൻനിര കളിക്കാർ. എത്രത്തോളം ഒരു ടീമായിട്ട് കളിക്കും അതിനനുസരിച്ച് ഇരിക്കും അവരുടെ റിസൾട്ട്. അബ്ബാസ് 5 ടീമിനാണ് സാധ്യത കാണുന്നത് അല്ലേ? അതില് ആദ്യമായിട്ട് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഫ്രാൻസ് ആണ് അല്ലേ? ഫ്രാൻസിന്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് അബ്ബാസ് വിലയിരുത്തുന്നത്? മുന്നിൽ കളിക്കുന്നത് ഉസ്മാൻ ഡെമ്പലെ, പിന്നെ കിലിയൻ എംബാപ്പെ, പിന്നെ മൈക്കിൾ ഒലീസ എന്ന് പറഞ്ഞ നല്ലൊരു സ്കില്ല് പ്ലെയർ ഉണ്ട്. പിന്നെ ഷെർക്കി എന്ന് പറഞ്ഞ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്ന, ഡിഫൻസ് കളിക്കുന്ന ഉബമക്കാന മൂണിച്ച് കളിക്കുന്ന, പിന്നെ സാലിബ എന്ന് പറഞ്ഞ ആർസനൽ കളിക്കുന്ന. അങ്ങനെ നല്ല ഒരു മുന്നേറ്റ നിര, നല്ല ഡിഫൻസും നല്ല മധ്യനിരയുണ്ട് ഫ്രാൻസിന്. അതുപോലെ പിന്നെ പോർച്ചുഗൽ. ഫ്രാൻസിന് കഴിഞ്ഞ പ്രാവശ്യം നിർഭാഗ്യം കൊണ്ട് കപ്പ് നഷ്ടപ്പെട്ടതാണ് അല്ലേ? അതായത് സെക്കൻഡ് ഹാഫിൽ അർജന്റീനക്ക് മേല് വൻ ആധിപത്യം പുലർത്തി തിരിച്ചു വന്ന ഒരു ടീമാണ്. ഫസ്റ്റ് ഹാഫിൽ കണ്ട ഫ്രാൻസ് അല്ല സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടത് അല്ലേ? അപ്പോ ഇപ്രാവശ്യം ആ കൈവിട്ട കപ്പ് നേടാൻ സാധ്യത ഉണ്ട് അല്ലേ? സാധ്യത ഉണ്ട്. ഫ്രാൻസ് കഴിഞ്ഞാൽ പിന്നെ സ്പെയിന് നല്ല സാധ്യതയുണ്ട്. അതല്ല യങ് ടാലന്റ്, അതാണ് അവരുടെ പ്രത്യേകത. ലെമിൻ യമാല് ഒരു പ്രതീക്ഷയാണ് അല്ലേ? നിക്കോ വില്യംസ്, പെഡ്രി, ഗാവി, ഫെറാൻ ടോറസ്, ഓൽമോ, സുബിമെൻഡി, അങ്ങനെ നല്ല ടാലന്റുള്ള കളിക്കാർ. നല്ല ടിക്കി ടാക്ക് കളിക്കും അവർ. സ്പെയിന് നല്ല ഒഴുക്കുള്ള ഫുട്ബോൾ സ്പെയിന്. പിന്നെ അതുപോലെ ഇംഗ്ലണ്ട് നല്ല സാധ്യത ഉണ്ട്. അധികം ആളുകൾ ഇപ്പൊ അതായത് 2-3 സ്ഥാനത്തൊക്കെ എണ്ണുന്ന ഒരു ടീമാണല്ലോ ഇംഗ്ലണ്ടിന്റെ സാധ്യത എങ്ങനെയാണ്? ഇംഗ്ലണ്ടിന്റെ സാധ്യത മുന്നിൽ കളിക്കുന്നത് ഹാരി കെയ്ൻ, നല്ല സ്ട്രൈക്കർ. പിന്നെ അതുപോലെ റാഷ്ഫോർഡ്, ബാർസലോണ കളിക്കുന്നത്.
അതുപോലെ ബോക്സ് ടു ബോക്സ് കളിക്കുന്ന ജൂഡ് ബെല്ലിഹാം, റിയൽ മാഡ്രിഡ് കളിക്കുന്ന, പിന്നെ എലറ്റ് ആൻഡേഴ്സൺ നോട്ടിയാം ഫോറസ്റ്റ് കളിക്കുന്ന, പിന്നെ ബുക്കായി സാക്ക, പിന്നെ ആർസനൽ കളിക്കുന്ന, പിന്നെ ഡഗൻ റൈസ് നല്ല മധ്യനിര നല്ല ഫ്രീ കിക്കൊക്കെ അടിക്കും ആർസനൽ കളിക്കുന്ന പ്ലെയർ. പിന്നെ ഡിഫൻസ് കളിക്കുന്ന മാർക്കോ ഗൂയു, സിറ്റിയിൽ കളിക്കുന്ന, സ്റ്റോണ് സിറ്റി കളിക്കുന്നത്, അതുപോലെ ജെയിംസ് ചെൽസി കളിക്കുന്നത്. നല്ല സാധ്യത ഉണ്ട് ഇംഗ്ലണ്ടിന്, നല്ല യങ് ടാലന്റ്. അതുപോലെ പോർച്ചുഗൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട്, നല്ല യങ് ടാലന്റ്. വിറ്റീഞ്ഞ നല്ല മധ്യനിര കളിക്കാരന്. പിന്നെ ബെർണാർഡോ സിൽവ, പിന്നെ ജാവോ ഫിലിപ്സ്, റൂബൻ ഡയസ്, ബെർണാർഡോ സിൽവ. ഡിഫൻസിൽ നൂനോ മെൻഡസ്, പിന്നെ റൊണാൾഡോക്ക് ഒരു അത് മാത്രമേ റൊണാൾഡോക്ക് ഒരു അവസാന 6ാം വേൾഡ് കപ്പിന് റൊണാൾഡോ വെച്ചുകെട്ടി ഇറങ്ങുന്നത്. അപ്പൊ ഒരു വാശി ഉണ്ടാവും എങ്ങനെയെങ്കിലും നേടണം എന്നുള്ള, അല്ലേ? അത് ഒരു സാധ്യത ഉണ്ട്. പിന്നെ കാണുന്ന ടീം, പിന്നെ 5 ടീമിനെ നമ്മൾ സാധ്യത മൊത്തം കാണുന്നത്. ബ്രസീലും ടീമുണ്ട്, അവരുടെ ടീം എത്രത്തോളം യൂണിറ്റി ആയിട്ട് കളിക്കും അതിനനുസരിച്ചിരിക്കും അവരുടെ റിസൾട്ട്. നെയ്മർ തിരിച്ചു വരുന്നതാണ് എൻ്റെ ഒരു ഇത്. നല്ല സ്കില്ലുള്ള ഒരു കളിക്കാരനാണ് നെയ്മർ. അയാള് പരിക്കില്ലായിരുന്നെങ്കിൽ ഒരുപാട് പിന്നെ ഇത് അയാൾക്ക് കിട്ടിയിരുന്നു, ബാലൻഡി ഓർഡറൊക്കെ. അയാൾക്ക് പരിക്ക് പറ്റിയതുകൊണ്ടാണ് അത്രയും ഇതായി സീനായത്. അതുപോലെ അർജന്റീന നല്ല സാധ്യത ഉണ്ട്. ഈ എൻസോ ഫെർണാണ്ടസ്, അൽവാരസ്, മെക്കാലിസ്റ്റർ, നിക്കോപാസ് നല്ല യങ് ടാലന്റ് പ്ലെയറാണ്. അതുപോലെ ലൗട്ടോറോ മാർട്ടിനസ്, ലയണൽ മെസ്സി. ഡിഫൻസ് കളിക്കുന്ന റൊമാറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, ടെഗ്ലാഫിക്കോ, ഔട്ടമെന്റി. നല്ലൊരു നിര. അർജന്റീന പരിചയ സമ്പത്തുണ്ട്, യുവത്വമുണ്ട്. നല്ല സാധ്യത ഉണ്ട് അർജന്റീനക്ക്. മെസ്സി പ്രാവശ്യം തിളങ്ങും തന്നെ. അയാൾ ഇപ്പോഴും ഫുട്ബോളിലൊരു ജീനിയസ് ആയ കളിക്കാരനാണ്. ഫുട്ബോളിന് വേണ്ടി സമർപ്പിച്ച ജീവിതം, ബാലൻഡി ഓർഡർ, അത് ഞാൻ ആരും എത്തിപ്പിടിക്കുന്നു തോന്നുന്നില്ല. ലോക ഫുട്ബോളിലെ എല്ലാ മുൻനിരയും കളിക്കാരെ പരിശീലിപ്പിച്ച ഒരേ ഒരു കോച്ചല്ല വിൻസെന്റ് ഡെൽബോസ്ക് എന്നാണ്, റിയൽ മാഡ്രിഡിന്റെ വ്യാഖ്യാതനായ പരിശീലൻ. പുള്ളി ട്രെയിൻ ചെയ്യാത്ത കളിക്കാരില്ല. റൊണാൾഡോ നസാരിയോ, റൗൾ ഗോൾസാലാസ്, ഗൂട്ടി, മൊറിന്ത്യൻസ്, ലൂയിസ് ഫിഗോ, ഡേവിഡ് ബെക്കാം, സെനിദ്ദീൻ സിദ്ദാൻ, ഇയാൻ ഹെൽഗാര, ഫെർണാണ്ടോ ഹീറ, മൈക്കിൾ സെൽഗാഡോ, റോബർട്ടോ കാർലോസ്, ഐക്കർ കാസിയാസ്. ഈ കളിക്കാരൊക്കെ ട്രെയിൻ ചെയ്ത കോച്ച വിൻസെന്റ് ബോസ്ക്. ആ കോച്ച പറഞ്ഞ ഞാൻ കണ്ട ഏറ്റവും നല്ല കളിക്കാരൻ ലയണൽ മെസ്സിയാണ്. അതിൽ നമുക്കൊരു തർക്കമൊന്നുമില്ല. മെസ്സി ഫുട്ബോളിൽ ഒരു ഹാർട്ടാണ്. അതാണ്. അതേമാതിരി ഇപ്രാവശ്യം തിളങ്ങാന്, അതായത് ഈ ലോകകപ്പിന്റെ താരങ്ങളാവാന് സാധ്യതയുള്ള കളിക്കാരായിട്ട് ആരൊക്കെയാണ് അബ്ബാസ് കാണുന്നത്? യമാല് നല്ല യങ് ടാലന്റ് ആണ്. അതുപോലെ ഫ്രാൻസിന്റെ യമാലിന് പരിക്ക് പക്ഷെ റിക്കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? മൈക്കിൾ ഒലീസ നല്ല ഒരു സ്കില്ലുള്ള പ്ലെയറാണ്. പിന്നെ പുതിയ ഒരുപാട് കളിക്കാര് ഉണ്ടാവുന്ന എൻ്റെ ഒരു അഭിപ്രായത്തില്. ഏതൊക്കെ രാജ്യത്തിന്റെ കളിക്കാരാണ് പുതിയ കളിക്കാരായിട്ട് വരുന്നത്? ഇപ്പൊ ഇംഗ്ലണ്ടിൽ തന്നെ നല്ല വ്യക്തിഗത മികവുള്ള കളിക്കാരുണ്ട്. ഇപ്പൊ ഈ എലറ്റ് ആൻഡേഴ്സണൊക്കെ നല്ല മധ്യനിര കളിക്കാരനാണ്. അതുപോലെ പിന്നെ ബെല്ലിഹാം നല്ല പ്ലെയറാ. അതുപോലെ അർജന്റീനന്റെ ഈ നിക്കോപാസ് നല്ല യങ് പ്ലെയറാണ് അയാള്. അർജന്റീന പിന്നെ നല്ല യങ് പ്ലെയേഴ്സ് ഉണ്ട് അർജന്റീന ടീമിൽ. യങ്ങും പരിചയ സമ്പത്തും ഉണ്ട്. എല്ലാം കൂടിയൊരു ടീമാണ്. ഇവരിൽ ആരെങ്കിലും ഒക്കെ ഇക്കാര്യം ഈ ലോകകപ്പിന്റെ താരമാവുക. അതെ അല്ലേ? അതിനാണ് സാധ്യത അല്ലേ? പിന്നെ ഫുട്ബോളാണ്, നമുക്കൊന്നും പറയാനും പറ്റൂല. ചിലപ്പോൾ നന്നായി കളിക്കുന്ന ടീം ചിലപ്പോൾ വളരെ മോശമായിട്ട് കളിക്കും. ചിലപ്പോൾ ചെറിയ ടീം നന്നായിട്ടും കളിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. പിന്നെ ഒന്നും പ്രഡിക്ഷൻ ചെയ്യാൻ കഴിയൂല. അങ്ങനെ ഇതുകൊണ്ട് ഈ പ്രാവശ്യം ക്വാളിഫൈ ചെയ്യാത്ത നമ്മൾ ഇഷ്ടപ്പെട്ട ചില ടീമുകളുണ്ട്. അതായത് ഇറ്റലി, ആഫ്രിക്കയിൽ നിന്ന് കാമറൂണ്, നൈജീരിയ. ഈ ടീമുകളെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? നൈജീരിയന്റെ ലോകോത്തര 2 കളിക്കാരുള്ള ടീമാണ്. വിക്ടർ ഓസിമാൻ നല്ല സ്ട്രൈക്കർ, അജ്മൽ ലുക്മാൻ. അവർ ഈ വേൾഡ് കപ്പിന് ഇല്ലാത്ത വലിയൊരു ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത് നൈജീരിയ. അതുപോലെ കാമറൂണ്, ബ്രയാൻ എംബൂമ, കാർലോസ് ബലീബ, ആന്ദ്രെ ഒനാന, വിൻസെന്റ് അബൂബക്കർ. ഈ ഒരു നിരക്കുള്ള ഒരു ടീമാണ് കാമറൂൺ. ആ ടീമും ക്വാളിഫൈഡ് ആയില്ല. അതൊരു വളരെ ദുഃഖകരം തന്നെയാണ്. ഇറ്റലിയും തന്നെ. ഇറ്റലി സാൻഡ്രോ ഡൊണാലി എന്ന് പറഞ്ഞ നല്ലൊരു പ്ലെയർ ഉണ്ട്. ന്യൂ കാസിലിനായിട്ടുള്ള കളിക്കുന്ന നല്ല മിഡ്ഫീൽഡർ. അങ്ങനെ ഒരു പറ്റം നല്ല കളിക്കാരുള്ള ടീം ഇറ്റലിയും നിർഭാഗ്യം കൊണ്ട് ക്വാളിഫൈഡ് ആയില്ല. അതൊരു ദുഃഖകരം തന്നെയാണ്.
അതുപോലെ തന്നെ ഈ പ്രാവശ്യം ആഫ്രിക്കൻ ടീമുകളെ കുറിച്ച്, ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ടീമുകളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ആഫ്രിക്കൻ ടീമുകൾ നല്ല കരുത്തുറ്റ നിരയായിട്ടാണ് മൊറോക്കോ വരുന്നത്. സുഫിയാൻ അമ്രബാത്ത്, യാസീൻ ബോനോ, അഷ്റഫ് ഹക്കീമി, ഇബ്രാഹിം ഡയസ്, മസ്റാവി, സുഫിയാൻ റഹീമി, ഈ ഒരു നിര നല്ലൊരു കരുത്തുറ്റ നിര തന്നെയാണ്. ഈ പ്ലേയേഴ്സൊക്കെ മേജർ ലീഗിൽ കളിക്കുന്നതാ. ഹക്കീമി കളിക്കുന്നത് PSG-യിലാണ്, അമ്രബാത്ത് കളിക്കുന്നത് സ്പാനിഷ് ലീഗിലാണ്, ബോനോ കളിക്കുന്നത് സൗദി ലീഗിലാണ്. അങ്ങനെ പിന്നെ ഹോളണ്ടിൽ ലീഗ് PSV-യിൽ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ട്, ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ട്, മൊറോക്കൻ്റെ. നല്ല കരുത്തിറ്റ നിരയാണ് മൊറോക്കൻ്റെ നിര. അതുപോലെ സെനഗൽ, സാദിയോ മാനെ, കൂലിബാലി, മെൻഡി, ഇസ്മായിൽ അക്സ, നിക്കോളസ് ജാക്സൺ, നല്ലൊരു നിരയായിട്ട് തന്നെ സെനഗലും വരുന്നത്. ഒരു കരുത്ത് കാട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷ വേൾഡ് കപ്പിൽ. അതുപോലെ ഈജിപ്ത്, മുഹമ്മദ് സല, മുഹമ്മദ് ട്രസിഗ, മുഹമ്മദ് നിന്നി, ഉമർ മർമൂസ്. തിളങ്ങാൻ കഴിയുന്നത് അവസാന വേൾഡ് കപ്പ് അല്ലേ. പിന്നെ അതുപോലെ ഈജിപ്തിന്റെ ടീമിൽ തന്നെ ഉണ്ട് യങ് ടാലന്റ് ഹംസ അബ്ദുൽ കരീം, ബാർസലോണ ഷൈൻ ചെയ്ത് ആ പ്ലെയർ ടീമിലുണ്ട്. അങ്ങനെ അവർ നല്ല കരുത്ത് കാണിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈജിപ്ത്. അപ്പൊ കാമറൂണും അതുപോലെ തന്നെ നൈജീരിയ ഇല്ലെങ്കിലും മറ്റുള്ള ടീമുകൾ കരുത്ത് കാണിക്കും. അതുപോലെ ഗാന നല്ലൊരു ടീമുണ്ട്, ഗാന അന്റോണിയോ സെമന്യോ, കുലൂസ് മുഹമ്മദ്, തോമസ് പാട്രിക്, ഈ ഒരു നിരയുള്ള ഗാന നല്ലൊരു ശക്തമായൊരു നിരന്നീകാരം, നല്ല കരുത്ത് കാണിക്കും. ചില ഗ്രൂപ്പുകളിലൊക്കെ ഈ ആഫ്രിക്കൻ ടീം വെല്ലുവിളിയാവും ഇല്ലേ ചില ടീമുകൾക്കൊക്കെ അല്ലേ? അതുണ്ട്, നല്ല വെല്ലുവിളി തന്നെ ആയിക്കാരം. നീ ഇപ്പോ എന്ന് മുതലാണ് ലോകകപ്പ് കാണാൻ തുടങ്ങിയത്? 1990. 1990 അതായത് ഇറ്റലി ലോകകപ്പ് അല്ലേ? അന്ന് ജർമ്മനിയാണല്ലോ അല്ലെ? ആ ഫൈനൽ എപ്പോഴും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ച്? ഒരു വിവാദമായ ഒരു പെനൽറ്റി ആയിരുന്നു. ഡീന്റെ പുറത്തുനിന്നാണ് ഫൗൾ ചെയ്തത്, അയാൾ ഉള്ളിലേക്ക് മറിഞ്ഞടക്കിയത്. അങ്ങനെ ബ്രഹ്മന്റെ പെനൽറ്റിയിൽ ജർമ്മനി ജയിച്ചു. ആ വേൾഡ് കപ്പ് ആ ഫൈനൽ നമ്മൾ കാണുമ്പോഴേ അന്ന് എനിക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. മലപ്പുറത്ത് പിന്നെ കുന്നുമല വെച്ചിട്ട് അത് കാണുമ്പോഴേ അന്ന് പ്രേക്ഷകരെന്നെ ഇരുഭാഗമായിട്ട് ഭയങ്കര തർക്ക ആ പെനൽറ്റിനെ കുറിച്ച്. അത് അന്ന് അവിടെ ഇറ്റലിയിലും സ്റ്റേഡിയത്തിലും ഉണ്ടായിരുന്നു. ഒരു വിവാദ പെനാൽറ്റി ആണല്ലോ അല്ലേ? ആ വേൾഡ് കപ്പ് ഭയങ്കര ഇതായിരുന്നു. അന്ന് ഇറ്റലിയിൽ വേൾഡ് കപ്പ് അടക്കുമ്പോ മറഡോണ നാപ്പോളി ക്ലബിലെ കളിച്ചിരുന്നു. അന്ന് ഇറ്റലിയിൽ ആരാധകരുണ്ടല്ലോ, ഇയാള് ഇറ്റാലിയൻ ലീഗിലല്ലേ കളിക്കുന്നു. അപ്പൊ അയാളന്ന് ഇറ്റാലിയൻ ആരാധകരോട് പറഞ്ഞു, ഒരു കയ്യില് അർജന്റീനന്റെ കൊടി, ഒരു കയ്യിൽ ഇറ്റലിന്റെ കൊടിയും വീശാൻ പറഞ്ഞു. ഇറ്റലി അർജന്റീന കളി വന്നപ്പോ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ശരിക്കും പറയുകയാണെന്നുവെച്ചെങ്കിൽ ഇറ്റലി കപ്പ് നേടേണ്ട ഒരു ടീമായിരുന്നു അല്ലെ? സ്കില്ലാച്ചിന്റെ ഒക്കെ നല്ലൊരു ടീമായിരുന്നല്ലോ. റോബർട്ടോ ബാജിയോ, സ്കില്ലാച്ചി, പിന്നെ ഫ്രാങ്കോ ബറേസി ഒക്കെ ഉള്ള റോബർട്ടോ ഡൊഡാഡോണി. അന്ന് ആ ടൂർണമെന്റിലെ അതായത് 86 കപ്പ് നേടിയിട്ടാണ് മറഡോണ ഇറ്റലിയിൽ എത്തുന്നത്. ആ വേൾഡ് കപ്പില് പിന്നെ വിയാലിക്ക് പകരമായിട്ടാണ് സ്കില്ലാച്ചി വന്നത്. വിയാലിക്ക് പരിക്ക് പറ്റിയാണ്. പക്ഷെ സ്കില്ലാച്ചി ശ്രദ്ധിക്കപ്പെട്ടും ചെയ്തു, ടോപ്പ് സ്കോററായിട്ടാണ് അന്ന്. ഈ വിയാലിന്റെ ഒരു കാല് ചെറുപ്പായിരുന്നു, അതിനനുസരിച്ച് ബൂട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി. അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നു വിയാലി ഇറ്റലിന്റെ. സ്കില്ലാച്ചി ഇപ്പോ അടുത്ത് മരണപ്പെട്ടു അല്ലേ? മൊത്തത്തില് ഇതുവരെ കണ്ടതിലേ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഫൈനൽ മത്സരം ഏതാവും? തങ്ങി നിൽക്കുന്ന ഒരു മത്സരം കഴിഞ്ഞ പ്രാവശ്യത്ത് വളരെ ഉദ്യോഗജനകമായിട്ടുള്ള ഒരു ഫൈനലായിരുന്നു, നിലവാരമുള്ള ഒരു ഫൈനൽ 2022. ചിലപ്പോ ചില ഫൈനല് നനഞ്ഞ പടക്കം മാതിരിയാണ്, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്ത് അങ്ങനെയല്ല അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വീറും വാശിയുള്ള ഒരു മത്സരമായിരുന്നു. ആര് ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു, അങ്ങനത്തെ ഒരു കളിയായിരുന്നു. മെസ്സി ആഗ്രഹിച്ച ഒരു കപ്പ് അത് നേടിയെടുക്കാൻ കഴിഞ്ഞു അല്ലെ? മെസ്സിനെ കുറിച്ച്, മെസ്സി എന്ന ആ ഫുട്ബോളറെ കുറിച്ച് അബ്ബാസിന്റെ അഭിപ്രായം എന്താണ്? മെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ലോകോത്തര ഫുട്ബോളിൽ ഫിഫ ആരോ ചെയ്ത 3 സ്ട്രൈക്കർമാരുള്ളത്. ഒന്ന് തിയറി ഹെൻറി, ഒന്ന് റൊണാൾഡോ നസാരിയോ, ഒന്ന് ലൂയിസ് സുവാരസ്. അതിൽ തിയറി ഹെൻറി 8 കൊല്ലം ഇംഗ്ലണ്ടിലെ പിന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആർസനൽ കളിച്ചിരുന്നു 8 കൊല്ലം. എന്നിട്ട് ആ ഒരു കൊല്ലം അയാൾ ആർസനലിൽ നിന്ന് ട്രാൻസ്ഫറായിട്ട് സ്പാനിഷ് ലീഗിൽ ബാർസലോണയ്ക്ക് വന്നിരുന്നു മെസ്സിയുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഈ ഹെൻറി പറഞ്ഞത്, ഞാൻ ഈ മെസ്സിയുടെ പ്രാക്ടീസ് കാണാൻ അതിരാവിലെ ക്യാമ്പ് നോ പോകുമായിരുന്നു എന്നാണ്. ഇവന്റെ പ്രാക്ടീസ് കാണാൻ
അതിരാവിലെ ക്യാമ്പിനോ പോകുമായിരുന്നു. അത് പറയുന്നത് ലോകം കണ്ട എക്കാലത്തെ മികച്ച സ്ട്രൈക്കറായ ഹെൻറിയ പറഞ്ഞത് ഈ മെസ്സിനെ കുറിച്ചിട്ട്. ഞാൻ ഒരുമാതിരി ഫുട്ബോൾ എല്ലാ കോച്ചസിൻ്റെതും ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ കോച്ചസും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കളിക്കാരൻ ഈ ലയണൽ മെസ്സിനെ കുറിച്ചിട്ടാണ്. ഇയാളെ പിന്നെ ഫുട്ബോളിനോടുള്ള ഇത്, അതായത് ഓടിക്കളിക്കുന്ന മെസ്സിനെക്കാട്ടി പേടിക്കണം നടന്ന് കളിക്കുന്ന മെസ്സിനെ. അതാണ് അയാളൊരു പ്രത്യേകത.